Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. All of you, good afternoon. എല്ലാവരും ഫുഡ് കഴിക്കാൻ സമയമായിട്ടില്ല അല്ലേ? ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നേ? അതെ മാം. Yes. ഓക്കെ. ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. നന്നായിരുന്നു അല്ലേ? എല്ലാരും സ്വന്തം വീടുകളിലേക്കൊക്കെ പോയോ? പോയി മാം. വീട്ടിലായിരുന്നു. ഓക്കെ. ഓക്കെ, അപ്പൊ പ്രെയർ ചെയ്തോളൂ കേട്ടോ. പ്രെയർ ഞാനാ കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ മിൻപാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങും. വിജ്ഞാനദീപം നിറകതിർ ചൂടാൻ നേരിന്റെ പാത നയിക്കണമേ നീ. കാണായ ലോകം കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻപാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ഓക്കെ. വയലപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിതയിലെ കുറച്ച് വരികൾ പാടാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ, അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ടി, ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വീരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോലമ്മലർ ചെണ്ടൊന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി. ചോദിച്ചു മാതാവപ്പോൾ, ഉണ്ണികൾ വിരിഞ്ഞ പൂവിറുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ നീ. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടാൻ, പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി, കൈതവം കാണാക്കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ, മാൻപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഓക്കെ മാം. ഓക്കെ, വെരി ഗുഡ്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് വൈലോപ്പിള്ളിയുടെ. അത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഈ കവിത നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചിട്ടില്ല കേട്ടോ മിസ്സേ. പക്ഷെ ഇപ്പൊ നമുക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കവിത കേൾക്കുമ്പോ എന്തോ ഭയങ്കര ഒരു ഫീലിങ്സ് ആണ്. ഇത് ആരാണ് കഴിഞ്ഞ ദിവസം വീക്കാണെന്ന് തോന്നുന്നത് MT50 ഒരു സ്റ്റുഡന്റ് പാടി. അപ്പൊ ഞാൻ അവരോട് ഇതേ സെയിം ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. അന്ന് നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾക്ക് അതിന്റെ ഡെപ്ത് നമുക്ക് അത്ര അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് വരും. കാരണം നമ്മളൊക്കെ അമ്മമാരാണ്. അപ്പൊ
ആ ഒരു അന്ന് ചിലപ്പോ നമുക്കത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ കുട്ടികളല്ലേ, നമുക്ക് അത്രയും ഇത് എന്താണെന്ന് മനസ്സിലാക്കാനോ ആ അമ്മയുടെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്നും തന്നെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമുക്കത് കൂടുതൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞ് എത്രത്തോളം എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്രത്തോളം നമുക്ക് വിലപിടിപ്പുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം നമ്മൾ സ്നേഹം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലേ? ശരിയല്ലേ നിത്യ? ശരിയാണ് മാം. ഇതിന്റെ ലാസ്റ്റത്തെ വരി പാടുമ്പോ നമുക്ക് ശരിക്കും കരച്ചിൽ തന്നെ പോലെ. ഞാനത് എടുക്കാത്ത ആ വരി, മാതാവിന്റെ പൂങ്കുയില് കൂടും വിട്ട് പരലോകത്തെ പോയി എന്നൊക്കെ പറഞ്ഞ വരിയുണ്ട് ഇതിന്റെ താഴെ. പക്ഷെ അതൊക്കെ ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് സങ്കടം വരും. ഓക്കെ. തോട്ട് ഓഫ് ദ ഡേ ആരാണ്? തോട്ട് ഓഫ് ദ ഡേ മാം ഞാനാണ്. Live as if you were to die tomorrow. Learn as if you were to live forever. Mahatma Gandhi. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നായിരുന്നു ചെയ്യാനായിട്ട്? തന്നിരുന്നല്ലേ? ഏതായിരുന്നു? ടു ടേക്ക് അറ്റൻഡൻസ് എന്നുള്ളതിന്റെ ആ ഒരു ഭാഗം ഒന്ന് പറയാനായിട്ട്. ചെയ്തായിരുന്നോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഓരോരുത്തരായിട്ട് വായിക്കാം കേട്ടോ. ഞാൻ വായിക്കാം മാം. ആദ്യത്തത് ഫുൾ പ്രസന്റ്. ഫുൾ പ്രസന്റ് എന്ന് വെച്ചാൽ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും പ്രസന്റ് ഇരിക്കുന്ന ദിവസം. മോർണിംഗ് പ്രസന്റ് എന്ന് വെച്ചാൽ രാവിലെ മാത്രം ക്ലാസ്സിലുണ്ടാവും കുട്ടി, ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടില്ല. ആഫ്റ്റർനൂൺ പ്രസന്റ് രാവിലെ ഇല്ല, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ പ്രസന്റ് ആയി. മോർണിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ ടൈമിൽ മാത്രം ക്ലാസ്സിൽ കാണുന്നു. ഇപ്പൊ രാവിലെ കുറച്ച് സമയം ഉണ്ടാവും, അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി വന്ന് പേരൻസോ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകുന്നത്, അതാണ് മോർണിംഗ് സ്പോട്ട്. പിന്നെ മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് വെച്ചാൽ രാവിലെ ആബ്സെന്റ് ആയിട്ട് ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ ഉണ്ടാവും. ആഫ്റ്റർനൂൺ സ്പോട്ട് ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ടൈമിൽ വന്ന് പേരൻസ് വിളിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ മോർണിംഗ് പ്രസന്റും ആഫ്റ്റർനൂൺ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ രാവിലെ പ്രസന്റ് ആവുകയും ആഫ്റ്റർനൂൺ ആബ്സെന്റ് ആയിട്ടിരിക്കുകയും. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറഞ്ഞാൽ രാവിലെ പ്രസന്റ് ആയിട്ടുണ്ടാവും, ആഫ്റ്റർനൂൺ സ്കൂളിൽ മൊത്തത്തിൽ ലീവ് ആയിരിക്കും. പിന്നെ മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് വെച്ചാൽ രാവിലെ സ്കൂളിന് അവധിയായിരിക്കും, ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ടാവും. ഫുൾ ഡേ ലീവ് എന്ന് വെച്ചാൽ അന്ന് ക്ലാസ് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ക്ലാസ് ഇല്ല, അവധിയായിരിക്കും ഫുള്ള് സ്കൂളിന്. ഫുൾ ഡേ ആബ്സെന്റ് എന്ന് വെച്ചാൽ രാവിലെ ഉച്ച കഴിഞ്ഞിട്ടും ക്ലാസ്സിലില്ല കുട്ടി, ഫുൾ ആബ്സെന്റ് ആണ്. ഇത്രയും. ഓക്കെ, വെരി ഗുഡ്. വേറെ ആരാണ് എഴുതിയിരിക്കുന്നത്? മാം എഴുതിയിട്ടുണ്ട്, എല്ലാം എഴുതിയിട്ടില്ല, കുറച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ നിത്യ എഴുതിയ പോലൊന്നും അല്ല എന്റെ ആൻസർ ഉള്ളത്, അതുകൊണ്ട് വായിക്കാൻ ഒരു മടിയില്ല. എന്നാലും വായിച്ചോളൂ, കുഴപ്പമില്ല, കേൾക്കാമല്ലോ. Full present symbol indicate a student was in attendance for the full day. Morning present symbol indicate a student or employee present in the morning. Afternoon present symbol indicate a person present in the afternoon. Morning spot refers a person present at the particular time in the morning. Afternoon spot is same like the morning spot, that indicate the presence of a student or employee at the particular time in the afternoon. Morning present, afternoon leave. It marks someone as present in the morning and leave in the afternoon. Leave is the formal and temporary absence due to the illness or family function. Morning leave, afternoon present. A student or employee present in the afternoon but have to taken leave formally in the morning. Full day leave, it denotes the person was took a formal informed leave entire the day. Full day absent means the student or employee is not exist in the class or school. ഈ ഫുൾ ഡേ ലീവ് എന്ന് പറയുന്നത് അതായത് സ്കൂളിൽ മൊത്തത്തിന് അവധിയാണ്. നമുക്കറിയാലോ കലണ്ടറിൽ റെഡ് മാർക്ക് വരില്ലേ, റെഡ് കളറില്. റെഡ് കളർ വരുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ സ്കൂളുകൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും
ബാങ്കുകൾക്കും അവധി എന്നാണ് അല്ലെ. അപ്പൊ അതാണ് കേട്ടോ അവിടെ പറയുന്നത്. ഫുൾ ഡേ ലീവ് എന്ന് പറഞ്ഞാല് ആ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ട് ആ സ്കൂളിൽ മൊത്തം അവധിയാണ്. ഓക്കെ. ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറഞ്ഞാല് കുട്ടി രാവിലെയും, അപ്പൊ അത് സ്റ്റാഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, രാവിലെയും വൈകുന്നേരവും ആബ്സെന്റ് ആണ്. ഓക്കെ. പിന്നെ മോർണിംഗ് സ്പോട്ട്, അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സ്പോട്ട് എന്ന് പറയുന്നത്, മോർണിംഗ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടൈമിലാണ് കേട്ടോ. അതായത് രാവിലെയുള്ള ഒരു പ്രത്യേക ടൈം. അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സ്പോട്ട് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു പ്രത്യേക ടൈം. അതെ, ഓക്കെ. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ഇനി ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? രണ്ടുപേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എഴുതിയിട്ടുണ്ട് മിസ്സേ. ഓക്കെ, റീഡ് ചെയ്തോളൂ കേട്ടോ. ഫുൾ പ്രസന്റ് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും പ്രസന്റ് ആയിരിക്കും. മോർണിംഗ് പ്രസന്റ് പറഞ്ഞാൽ രാവിലെ മാത്രം, വൈകുന്നേരം ഇല്ല. ആഫ്റ്റർനൂൺ പ്രസന്റ് പറഞ്ഞാൽ രാവിലെ ഇല്ല, ആഫ്റ്റർനൂൺ ആയിരിക്കും പ്രസന്റ്. മോർണിംഗ് സ്പോട്ട് പറഞ്ഞാൽ സ്റ്റുഡന്റ് രാവിലെ ഒരു പ്രത്യേക സമയത്ത് പ്രസന്റ് ആയിരിക്കും. മോർണിംഗ് ആബ്സെന്റും ആഫ്റ്റർനൂൺ പ്രസന്റും ആണ് പറഞ്ഞാല് മോർണിംഗിൽ ഇല്ല, വൈകുന്നേരം ആഫ്റ്റർനൂൺ ഉണ്ട്. അതേപോലെ തന്നെയാണ് ആഫ്റ്റർനൂൺ സ്പോട്ട് പറഞ്ഞാൽ വൈകുന്നേരം ഒരു പ്രത്യേക സമയത്ത് സ്റ്റുഡന്റ് പ്രസന്റ് ആയിരിക്കും. പിന്നെ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് പറയുമ്പോൾ രാവിലെ ഉണ്ട്, വൈകുന്നേരം ഇല്ല. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ് പറയുമ്പോൾ രാവിലെ ഹാജരായിരിക്കും, വൈകുന്നേരം ലീവ് ആയിരിക്കും. അതായത് ചില സ്കൂളിലൊക്കെ അതാണോ മിസ്? ചില സ്കൂളിലൊക്കെ ഇങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു, ഇപ്പൊ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ 9 ഉച്ചയ്ക്ക് ശേഷം അങ്ങനെയാണോ? മോർണിംഗില് സ്കൂള്, അതായത് ഷിഫ്റ്റ് ടൈമിംഗ് പോലെ അവധി കൊടുക്കുന്നതാണ്. നമുക്ക് ചില റീസൺ കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം കുട്ടികളെ പറഞ്ഞു വിടാലോ. ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലാത്ത ആ സാഹചര്യത്തില് അങ്ങനെയും വരാം. പല റീസൺസ് ഉണ്ട്. ഇപ്പൊ ഒരു ബസ് സ്ട്രൈക്ക് വന്നിൽ പെട്ടെന്ന് ഒരു ബസ് സമരം വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോ ഇത്ര സമയം തുടങ്ങി ഇത്ര സമയം വരെ ചിലപ്പോൾ ബസ് ഓടുന്നുണ്ടാവില്ല. അപ്പൊ ചിലപ്പോ ഉച്ചയ്ക്ക് ശേഷം അവിടെയുള്ള കുട്ടികളെ ചിലപ്പോ പറഞ്ഞു വിടുന്നതായിരിക്കും. അങ്ങനെയൊക്കെ പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത്, സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാല് കുട്ടികളെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിർത്താൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് ഫുൾ ആയിട്ട് സ്കൂളിൽ ലീവ് കൊടുക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അതുപോലെ മോർണിംഗിൽ ലീവ് ആയിരിക്കും, ആഫ്റ്റർനൂൺ വർക്കിംഗ് പ്രസന്റ് അതും. പിന്നെ ഫുൾ ഡേ ലീവ് പറയുമ്പോ അന്ന് സ്കൂളേ ഉണ്ടാവില്ല. പിന്നെ ഫുൾ ഡേ ആബ്സെന്റ് വരുമ്പോ അന്ന് കുട്ടി ഫുൾ ഡേ ആബ്സെന്റ് ആയിരിക്കും. ഇനിയാണ് ആരാണ് എഴുതിയിരിക്കുന്നത്? മാം, ഞാനും ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് ഏകദേശം എഴുതിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. എന്നാലും വായിച്ചോളൂ, കുഴപ്പമില്ല, വായിച്ചോളൂ. ഫുൾ പ്രസന്റ് എന്ന് പറഞ്ഞാല് കുട്ടി ഒരു ഫുൾ ഡേ സ്കൂൾ വർക്കിംഗ് ആയിരിക്കുന്ന ഒരു ഫുൾ ഡേയില് ക്ലാസ്സിൽ പ്രസന്റ് ആയിരിക്കും. മോർണിംഗ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, അതായത് ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുമ്പുള്ള അവർ വരെ കുട്ടി പ്രസന്റ് ആയിരിക്കും. ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ് ടൈമിൽ പ്രസന്റ് ആയിരിക്കും. മോർണിംഗ് സ്പോട്ടിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ടൈം അറ്റ് എ ടൈം, ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പം സ്കൂളുകളിലൊക്കെ ഈ വാക്സിൻ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ അവര് പറയാറുണ്ട്. അതുപോലെ വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ കൊടുക്കുന്ന കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന സമയങ്ങളിൽ അവർ ആ ഒരു പർട്ടിക്കുലർ ടൈം, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ എടുത്തിട്ട് 10 മണിക്കാണെങ്കിൽ ഒരു 10:30 അങ്ങനെയൊക്കെ വരാറുണ്ട് സ്കൂളുകളിൽ. അപ്പം ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം ആബ്സെന്റ് ആയിട്ട് ബാക്കിയുള്ള സമയം പ്രസന്റ് ആയിരിക്കുന്നതിന് മോർണിംഗ് സ്പോട്ട് എന്ന് പറയും. മോർണിംഗ് ആബ്സെന്റ് ആൻഡ് ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഫുൾ, അതായത് ഹാഫ് ഡേ ആബ്സെന്റ് ആയിരിക്കും, ഉച്ച കഴിഞ്ഞത്തെ സമയം പ്രസന്റ് ആയിരിക്കും. ആഫ്റ്റർനൂൺ സ്പോട്ട് എന്ന് പറയും ഇതുപോലെ തന്നെ, ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും റീസൺ കാരണം കുറച്ച് സമയത്തേക്ക് ആബ്സെന്റ് ആയിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ആഫ്റ്റർനൂൺ സ്പോട്ട് എന്ന് പറയുന്നത്. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഫുൾ പ്രസന്റ് ആയിരിക്കും, ഉച്ചവരെ. ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈം ആബ്സെന്റ് ആയിരിക്കും. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ടൈം പ്രസന്റ് ആയിരിക്കും, ഉച്ച കഴിഞ്ഞതിന് ശേഷം ലീവ് ആയിരിക്കും. മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ എക്സാം ടൈമിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെയായിരിക്കും. ഒരു 8th 9th പഠിക്കുന്ന കുട്ടികൾക്ക് 10th എക്സാം നടക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് മുഴുവൻ അവർക്ക് ലീവ് ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എക്സാം ഉള്ള സമയത്ത് അവരങ്ങനെ പ്രസന്റ് ആവാറുണ്ട്. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്.
ചില കുട്ടികൾക്ക് അങ്ങനെ വരുമല്ലോ, ടൈം ടേബിൾ അനുസരിച്ചിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, രാവിലെ എക്സാം ഉള്ളവർ രാവിലെ വരും, ഉച്ചയ്ക്ക് ശേഷമുള്ളവർ. ചില സ്കൂളുകളിൽ അത് അലൗഡും അല്ല. കാരണം രാവിലത്തെ സമയത്ത് കുട്ടികൾ രാവിലെ വന്നിരിക്കുന്നവരുണ്ട്. ഇപ്പൊ എന്റെ മോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള എക്സാം കഴിഞ്ഞ ആ ടൈം തന്നെ സ്കൂളിന്റെ കോമ്പൗണ്ട് വിടണമെന്ന് പറയും. പിന്നെ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല, സ്കൂളിന്റെ എക്സാം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുതെന്ന് പറയും. അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ് എന്ന് പറയാം. രാവിലത്തെ ടൈം ലീവും ഉച്ചയ്ക്ക് ശേഷമുള്ളത് പ്രസന്റും ആയിരിക്കും. ഫുൾ ഡേ ലീവ് എന്ന് പറഞ്ഞാൽ സ്കൂളിന് ഏതെങ്കിലും പബ്ലിക് ഹോളിഡേയ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺ ഉദ്ദേശിച്ചിട്ട് സ്കൂളിന് ലീവ് കൊടുക്കുന്നതിന് ഫുൾ ഡേ ലീവ് എന്ന് പറയുന്നു. ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി ഒരു ദിവസം ഫുള്ളായിട്ട് വർക്കിംഗ് ഡേ ആണെങ്കിൽ ആ ഒരു ദിവസം ഫുള്ളായിട്ട് ഒരു കുട്ടി സ്റ്റുഡന്റ് ആബ്സെന്റ് ആവുന്നതിനാണ് ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ വായിക്കാനായിട്ട്? എഴുതിയിട്ടുണ്ട്, ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, വായിച്ചോളൂ. Attendance. Attendance refers to the act of being present at a place, event, or activity. It can be used to track participation, engagement, or present in various settings in a school. Student attendance is often recorded to monitor participation and engagement in classes. Full present. Full present means that someone is physically present and accounted for in a particular location or activity, such as classroom, meeting, or event. For example, in a school setting, a student who is marked as full present would mean that they are physically present in class, actively participating and not absent or partially absent. Morning present. Morning present means that a student or individual is physically present in class or a designated location during the morning session. Afternoon present. Afternoon present indicate that the student individual was accounted for and present during the afternoon period, which might be specific class activity. Morning spot. Morning spot refers to a designated location or area where students or individual are expected to be present during the morning session. Morning absent, afternoon present. In the context of attendance tracking, morning absent, afternoon present would mean that an individual was not present during the morning session, that is marked as absent, arrived or became present during the afternoon session. For example, a student might have been absent from morning class but arrived in time for afternoon classes. Afternoon spot. It refers to a specific location or area where someone is expected to be present or meet during the afternoon. Morning present, afternoon absent. In the context of attendance tracking, morning present, afternoon absent means that was present during the morning session, was not present during the afternoon session. The individual was accounted for during the morning period but was absent or not accounted for during the afternoon period. Morning present, afternoon leave. It indicates that the individual was accounted for during the morning period but left or took leave during the afternoon period, possibly with permission or due to a scheduled appointment. Morning leave, afternoon present. Individual was not present during the morning but arrived and was accounted for during the afternoon. Full day leave. There is not a working day, it will be a holiday. Full day absent, marked as absent for the entire day. The individual didn't participate or attend any scheduled activity. Thank you. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് യൂണിറ്റ് 3 പോവാം കേട്ടോ. യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ നമ്മൾ എടുത്തായിരുന്നോ? അത് ഞാൻ എടുത്തായിരുന്നോ? ഇല്ല മാം, എടുത്തിട്ടില്ല അല്ലേ?
ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ നിങ്ങള്. പേജ് നമ്പർ 162 ആൻഡ് 163. അത് രണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. മൈൻഡിൽ റീഡ് ചെയ്താൽ മതി. ആദ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷം തമ്പ ചെയ്യണം കേട്ടോ. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഓഫ് ആക്കുവാണ് മൈക്കും വീഡിയോവും.
റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. ആദ്യത്തെ പാരഗ്രാഫ് എന്താ പറയുന്നേ? ആദ്യത്തെ പാരഗ്രാഫ് വ്യക്തിയാണ്. വായിച്ചിട്ട് എന്താ മനസ്സിലായത്? Meaning and institutional planning. Institutional planning is a systematic way to the plan and program for the development of an institution. It is based on the principles of the maximum എന്നാണോ മാം? അത് കുറച്ച് പ്രിന്റ് ചെയ്ത് മനസ്സിലാവുന്നില്ല. It is based on the principles of the maximum. മാക്സിമം. ഒരു സ്ഥാപനത്തിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള കാര്യം, അതായത് വികസന കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥാപനത്തിന്റെ വികസനത്തിനുള്ള ഓരോരോ പദ്ധതികളൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നാണോ? അതെ, പറഞ്ഞോളൂ. കറക്റ്റ് ആണ് പറഞ്ഞു വരുന്നത്. രൂപീകരിക്കുന്നതിനുള്ള ഒരു മാർഗം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ മാക്സിമം ആപ്ലിക്കേഷൻ ഓഫ് ദ റിസോഴ്സ് ഓഫ് ദ സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ വിച്ച് എക്സിസ്റ്റ്. സ്കൂളിന്റെ അത് നിലനിർത്തുന്ന ആ ഒരു സമൂഹത്തിന്റെ ഈ റിസോഴ്സ്, വിഭവങ്ങൾ എന്നുള്ളത് ഇത് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണെന്ന് മനസ്സിലായത്? റിസോഴ്സ് എന്ന് വെച്ചാൽ വിഭവങ്ങളല്ലേ? റിസോഴ്സസ് എന്ന് പറഞ്ഞ വിഭവങ്ങളാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളും അവിടെ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, ബുക്കുകൾ, ഇതൊക്കെ റിസോഴ്സസ് ആണ്. വിഭവങ്ങളുടെയൊക്കെ പ്രയോഗവും വിദ്യാർത്ഥികളുടെ പഠന ടീച്ചിങ് ആൻഡ് ലേണിംഗ് മെത്തേഡ്, വിദ്യാർത്ഥികളുടെ പഠന രീതിയും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളും, പിന്നെ അധ്യാപകരുടെ ആണെങ്കിലും തൊഴിൽപരമായ വികസനവും പുരോഗതിയൊക്കെയാണ് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ പ്ലാനിങ് എന്ന് പറയുന്നതിന്റെ ഉത്തരവാദിത്തം ഒരു സ്കൂളിന്റെ ഹെഡിനാണ്. പിന്നെ ഓരോ പ്ലാനിങ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തിന്, എപ്പോൾ, വെൻ, ഹൗ, വെയർ, എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഒക്കെ ചെയ്യേണ്ടത് ആ ഒരു പ്ലാനിങ്ങിന്റെ പരമായി ആ ഒരു ഹെഡിനാന്നുള്ളതാണോ? സ്കൂൾ ഹെഡ്. ആ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്ത്, എപ്പോൾ, ആർക്ക് എന്നൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങള്, എന്താ പറയണ്ട, ഉത്തരവാദിത്തങ്ങളൊക്കെ അതിനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണോ? അതെ. ഓക്കെ. ശരിയാണ് കേട്ടോ, പറഞ്ഞു വന്നതൊക്കെ ശരിയാണ്. അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ആസൂത്രണമാണ്. ഓക്കെ, ഒരു സ്ഥാപനത്തിന്റെ ആസൂത്രണം. അതായത് എല്ലാ സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്ലാനിങ് വേണം. അത് ഏതൊരു സ്ഥാപനമാണെങ്കിലും, സ്കൂള് മാത്രമല്ല, ഏതൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്നതിന് കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലേ? ആണോ? നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ? ചില കാര്യങ്ങള് പ്ലാൻ ചെയ്തതുപോലെ നടക്കാറുണ്ടോ? ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള് ഡെയിലി ചെയ്യണൊക്കെ പിന്നെ നടക്കും. നമ്മൾ അല്ലാണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്ലാൻ ചെയ്യണ പോലെ എല്ലാം നടക്കൂല അല്ലെ? അതായത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, ഉച്ചയ്ക്ക് മീലിന് എന്ത് വേണം, വൈകുന്നേരത്തെ ഡിന്നറിന് എന്ത് വേണം, കുട്ടികൾക്ക് അവരുടെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കഴിക്കാൻ എന്ത് കൊടുക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാവും. അല്ലെ? ആ സമയത്തായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലെ? തലേ ദിവസം തന്നെ നമ്മള് പ്ലാൻ ചെയ്ത് വെക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ചെയ്യാം, ഉച്ചയ്ക്ക് ലഞ്ചിന് ഈ കറി വെക്കാം എന്നൊക്കെ നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടാവും. അല്ലെ? ദാറ്റ് ഈസ് പ്ലാനിങ്. അപ്പൊ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്ത് നടക്കുന്നുണ്ട്? പ്ലാനിങ് നടക്കുന്നുണ്ട്. അല്ലെ? നമ്മൾ ഓരോ വ്യക്തി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും, നമ്മൾക്ക് ചിലപ്പോ ഇന്ന് ചിലപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് പല ജോലികളും ചെയ്യാം. നാളെ ചിലപ്പോൾ ബാങ്കിൽ പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ അവിടെ നിന്ന് നേരെ ഷോപ്പിങ്ങിന് പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരാം. അങ്ങനെ പല പല ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവാം. കൃത്യമായിട്ട് നമ്മളൊരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ജോലി ചെയ്ത് തീർത്താൽ, നമ്മള് വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് തീർത്താൽ മാത്രമാണ് നമ്മൾക്ക് പുറത്ത് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ ബാങ്കിൽ പോകുന്നുണ്ടെങ്കിൽ
അതിന് നമ്മൾ സമയം കണ്ടെത്തണം അല്ലെ. ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സമയം കണ്ടെത്തണം. പിന്നെ വേറെ മറ്റു പല ഓഫീസുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സമയം കണ്ടെത്തണം. അപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്താലാണ് നമ്മുടെ വീട്ടിലെ ജോലിയും അല്ലെങ്കിൽ പുറത്ത് പോകുന്ന വർക്കിംഗ് വുമൺ ആയിട്ടുള്ളവരും ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അവർ സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തീർക്കുന്നത് അല്ലെ. അല്ലെ, തലേ ദിവസം പ്ലാൻ ചെയ്യില്ലേ? വർക്കിംഗ് വുമൺസ് പ്രത്യേകിച്ചും, വീട്ടമ്മമാരും പ്ലാൻ ചെയ്യാറുണ്ട് കേട്ടോ, ചെയ്യുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. കൃത്യമായിട്ടൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാകും. ഓക്കെ, അപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ പ്ലാനിങ് ഉണ്ടെങ്കിലാണ് പ്രോപ്പർ ആയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കുള്ളൂ. ഓക്കെ, അതാണ് പ്ലാനിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ മീനിങ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നുണ്ട്. Institutional planning is a systematic way to the plan and program for the development of an institution. Institutional planning എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് പ്ലാൻ ആണ്. ഓക്കെ, അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്ലാനിങ് നമ്മൾ റെഡിയാക്കിയിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടും നമ്മൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്കൂള് അവരുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് റിസോഴ്സസ് ആവശ്യമാണ്. ഏതൊരു സ്ഥാപനമാണെങ്കിലും റിസോഴ്സസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റുക അല്ലെ. എന്തൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്? ഒന്ന് മെന്നാണ്, രണ്ട് മണിയാണ്, പിന്നെ മെറ്റീരിയൽ ആണ്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അല്ലെ. അതായത് മനുഷ്യ വിഭവം, അതായത് സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നുണ്ട് അനേകം ആളുകൾ ഒരു സ്ഥാപനത്തില്. അതുപോലെ ധാരാളം മെറ്റീരിയൽസ്, ഉപകരണങ്ങൾ അല്ലെ. നമ്മളിപ്പോ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ബെഞ്ച്, ഡെസ്ക്, ബ്ലാക്ക് ബോർഡ്, അതൊക്കെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ മണി, പണം വേണം അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അത് പ്രവർത്തിക്കുന്നതിന് എന്ത് ആവശ്യമാണ്? പണം ആവശ്യമാണ് അല്ലെ. പണം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ചില ആളുകൾ പറയാറുണ്ട്, എന്തിനാണ് അധികം പണം? പണം നമ്മൾ മരിച്ചിട്ട് കൊണ്ടുപോകാറുണ്ടോ അല്ലെ. മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിലാണ് നമ്മളെ അടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണ്ട? പണം വേണ്ട എന്ന് പറയാറുണ്ട് അല്ലെ. പക്ഷെ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമുള്ള ഒന്നാണ് പണം എന്ന് പറയുന്നത്. പണമില്ലാതെ നമുക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. ശരിയാണോ? ശരിയാണ്. ശരിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ജീവിക്കാനായിട്ട് പണം ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കേട്ടോ.
ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാനായിട്ട് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അല്ലെ. ഇപ്പോ നമ്മളായാലും സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ്. അതായത് സ്വന്തമായിട്ട് വരുമാനമില്ലാത്ത ആളുകളാണെങ്കിൽ ഹസ്ബൻഡിനോട് നമ്മൾ ചോദിക്കേണ്ടി വരും അല്ലെ. ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ അവരോട് നമ്മൾ എന്താണ് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും, എനിക്ക് ആ പൈസ വേണം എന്നുള്ളത് അല്ലെ. പക്ഷെ നമ്മൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായി കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണ്ട, അവരോട് ചോദിക്കേണ്ട. രണ്ടിനും വലിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് ഒരു ജോലി ഇല്ലാത്ത ആളിനെ അപേക്ഷിച്ചും ഒരു വർക്കിംഗ് ആയിട്ടുള്ള വുമണിനെ അപേക്ഷിച്ചും രണ്ട് രീതിയിലാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ജോലി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് സമൂഹത്തിൽ മാന്യത ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസങ്ങൾ വരാം. ഇപ്പൊ അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവുന്ന തന്നാലും ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമുക്ക് കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് ആരോടും ചോദിക്കേണ്ട അല്ലെ. നമ്മൾ സമ്പാദിക്കുന്ന പൈസയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചെലവാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കുട്ടികളുടെയൊക്കെ കാര്യം വന്നു കഴിയുമ്പോൾ എന്താണ്, കുട്ടികളുടെ കാര്യം വരുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനോടായിരിക്കും ചോദിക്കുക അല്ലെ, മോനെ ഇത് മേടിക്കണം അല്ലെങ്കിൽ മോൾക്ക് ഇത് മേടിക്കണം. അപ്പൊ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് നമ്മൾ ആ സാധനങ്ങൾ മേടിക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടി നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വേറൊരാളോട് പറയുവാണ്. പക്ഷെ നമ്മളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, കുട്ടി നമ്മളോട് വന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ധൈര്യമായിട്ട് അവർക്ക് ആ സാധനം മേടിച്ചു കൊടുക്കാം. അപ്പൊ അതൊക്കെ വലിയ ഡിഫറൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഉണ്ടാവും അല്ലെ. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും കൂടുതൽ. നമ്മുടെ അടുത്ത് പൈസ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനും, ഇപ്പൊ നമ്മുടെ വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ട, നമ്മൾ ആരോടും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ പണം എന്ന് പറയുന്നത് സ്ഥാപനത്തിനെ അപേക്ഷിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിയെ അപേക്ഷിച്ചാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല കേട്ടോ. എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട്? മണി ഒരുപാടുണ്ട്. ഉണ്ടോ? സബീന ഉണ്ട് മാം. ആ പറയാവോ? അതായത് ഞാന് ഇപ്പൊ ഒരു 15 വർഷമായി ട്യൂഷൻ ഫീൽഡിൽ ട്യൂഷൻ എടുക്കുന്ന പിള്ളേർക്ക്. ആ. മോനെ ജർമ്മനിയിൽ വിട്ടതിന് എനിക്ക് 10 ലക്ഷം രൂപയായി. അതിലൊരു 8 ലക്ഷം രൂപ എന്റെ സ്വന്തം സമ്പാദ്യമാണ്. ആണല്ലേ, അടിപൊളി. അതൊരു വലിയ കാര്യമല്ലേ? പിന്നല്ലാതെ 8 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് തനിയെ സമ്പാദിച്ചത് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ പ്ലാനിങ് വേണം മാം. പ്ലാനിങ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ. അതായത് അവന് ഹൈസ്കൂളിൽ കയറിയപ്പോ തൊട്ടേ നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പഠനം. ഇവിടെ ഇന്നത്തെ കാലത്ത് ഈ ഡിഗ്രിയും PG ഒക്കെ എടുത്തിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കുക മിക്കവരും. അപ്പം അവന്റെ ആഗ്രഹമായിരുന്നു, അവന് വലിയ ആഗ്രഹമായിരുന്നു, അവന് കാനഡ അതൊന്നുമുള്ള നമുക്ക് സാഹചര്യമില്ല. അപ്പം നമ്മുടെ തൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ അവന് യൂറോപ്യൻ രാജ്യത്ത് പോയി പഠിക്കണമെന്നുണ്ട്. പിന്നെ അവനിപ്പോ ഇൻഡിപെൻഡന്റ് ആണ്. അതായത് നഴ്സിംഗ് പഠിക്കുക. അവന് എല്ലാ മാസവും 1 ലക്ഷം രൂപ വെച്ച് സ്റ്റൈഫൻഡ് ഉണ്ട്. അപ്പം നമ്മളത് ആ സമയത്ത് നമ്മള് പെട്ടെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ഇത്രയും കാശുണ്ടാക്കുക എന്നുള്ളത്. അപ്പം നമ്മളത് നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്ത് അതുവേണ്ടി സേവ് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് ആരുടെ മുമ്പ് കൈനീട്ടേണ്ട വന്നില്ല അവനെ വിടാൻ നേരം. അത് ഒരു വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. പറയാമോ, ഷെയർ ചെയ്യാമോ എന്താണ് ചെയ്തതെന്നൊക്കെ ഒന്ന് പറയാമോ? പ്ലാനിങ് എങ്ങനെയാണ് നടത്തിയതെന്ന്? പ്ലാനിങ് ഞാൻ പറഞ്ഞില്ല, സാമ്പത്തികമായിട്ട് ഞങ്ങൾ അത്ര എന്താ മുന്നോട്ട് ഉള്ള ഒരു കാര്യമല്ല. അപ്പം ഹസ്ബൻഡിനെന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ഉള്ള നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വീടിന്റെ എന്തുവാ ചെലവുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ സേവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല. 3 പിള്ളേരെ പഠിപ്പിക്കണം. അപ്പം മുമ്പോട്ടുള്ള ആ രീതിക്ക് ഇപ്പോഴത്തെ കാലത്ത് വിദ്യാഭ്യാസ ചെലവെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. നിസ്സാരം ഒരു BSc നഴ്സിംഗ് തന്നെ സീറ്റ് കിട്ടിയില്ലേ രൂപ എന്തുമാത്രമാവും. ഈ അല്ലാതെ പ്രൊഫഷണൽ കോഴ്സ് അല്ലാതെ പഠിച്ചിട്ട് യാതൊരു എന്താ പ്രതിഫലവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. കാരണം പഠിച്ചേച്ച് ഇപ്പൊ എക്സാമ്പിൾ പറയാം, ഞാൻ PGയാ, പക്ഷെ എനിക്ക് പറയത്തക്ക ഒരു ജോലിയില്ല. മനസ്സിലായോ? പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ നേരം വെളുത്ത് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഒരുത്തന്റെ കീഴിൽ പോയി ജോലി ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ വരുമാനം? ഒരു 13,000 രൂപ അല്ലെ 15,000 രൂപ. പിന്നെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ സാലറി 5 വർഷം കൂടുമ്പോൾ ചിലപ്പോൾ 2,000 3,000 എല്ലാം വെച്ച് കൂട്ടിത്തരും. ഇപ്പോഴത്തെ ജീവിത ചെലവ് വെച്ച് 20,000 രൂപ മാസം കിട്ടിയാൽ പോലും നമുക്ക് അതിൽ നിന്ന് സേവ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാല്
നേരം വെളുത്താൽ വൈകോളം ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്നത് ഇത്ര ഒരു തുകയാണ്. അപ്പം നമുക്ക് സേവിങ് എന്ന് പറയുന്നത് അതിൽ നിന്നും വലുതായിട്ട് നടക്കത്തില്ല. ഇപ്പൊ എൻ്റെ ഹസ്ബൻഡിന് ട്രാവലറാണ്. സീസൺ ഉള്ള സമയത്താണ് വണ്ടി ഓട്ടം കൂടുതൽ. ഇല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഭയങ്കര പാടാത്. അപ്പം പിള്ളേരുടെ വിദ്യാഭ്യാസവും ബാക്കിയുള്ളതെല്ലാം ചെയ്യുമ്പോൾ അപ്പം ഞാൻ ആദ്യം തൊട്ടേ ഞാൻ പറയാം ഞാനിപ്പോ ഒരു 15 വർഷമായി. അന്ന് തൊട്ടേ എനിക്കൊരു 10 രൂപ മേളിൽ കിട്ടും ഇത് അന്ന് 15 വർഷം മുമ്പ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ചിട്ടി കോപ്പറേറ്റീവ് ബാങ്കില് ഈ ചിട്ടി ഉണ്ടല്ലോ, ഏലച്ചിട്ടി, അങ്ങനെ ചിട്ടി കൂടും. അങ്ങനെ എല്ലാ മാസവും എല്ലാ വർഷവും 2 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ സേവ് ചെയ്യും ഞാൻ. അങ്ങനെ അതായത് 12 മാസം അടയ്ക്കുന്നുണ്ട്, 24 മാസം അടയ്ക്കുന്നുണ്ട്. അങ്ങനെ പലതുള്ളി പെരുവെള്ളം കൂട്ടി 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 വെച്ച് പിന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനൊക്കെ കുറെ കാശായി. പിന്നെ അതിന്റെ എക്സാം ഫീസാണ് ഭയങ്കര കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മള് 4 മൊഡ്യൂളൊക്കെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഇപ്പം ഒരു മൊഡ്യൂളിന് 8000 രൂപ വെച്ച്. അവനെ പഠിപ്പിക്കുമ്പോൾ 4000 രൂപ വെച്ചായിരുന്നു. പക്ഷെ നമുക്ക് ആ സീറ്റ് കിട്ടാൻ അവർക്ക് കമ്മീഷൻ, ഏജൻസിക്ക് കമ്മീഷൻ, പിന്നെ കൊണ്ടുപോകുന്നവര് 5 ലക്ഷം രൂപ മേടിച്ചു. അങ്ങനെയൊക്കെ കുറെ പൈസ ഒക്കെ നമുക്ക് ചെലവായായിരുന്നു. പിന്നെ ഈ ലാംഗ്വേജ് എഴുതി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പയാണ്. ഈ IELTS പോലല്ല ജർമ്മൻ ലാംഗ്വേജ്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കേൾക്കാത്ത ഒരു ലാംഗ്വേജാണ്. അത് എടുക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പം അതിനും ഒരു പ്രാവശ്യം എഴുതിയില്ലെങ്കിൽ ആ പൈസ നമ്മുടെ പോകും. പരീക്ഷ ഫീസ് കൊടുക്കുന്നത് കട്ടാവും. പിന്നെ രണ്ടാമത് എഴുതുമ്പോൾ വീണ്ടും നമ്മൾ ഫീസ് അടയ്ക്കണം. അപ്പം അതിനൊക്കെ ഒരുപാട് പൈസയായി. അപ്പം അങ്ങനെയൊക്കെ അതെല്ലാം നമ്മൾ മനസ്സിൽ കരുതി പിന്നെ ഒരു ഒരു പുതിയൊരു ഇതിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ഇപ്പം ഈ മോണ്ടിസോറിയുടെ കാര്യം എനിക്ക് ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ലായിരുന്നു. ഇപ്പൊ ഈ കുട്ടികളോട് ഇതിപ്പോ പഠിക്കുമ്പോഴാണ് വിചാരിക്കുന്നത്, അയ്യോ ഞാൻ അത് അന്ന് അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ. കുട്ടികളോടുള്ള പെരുമാറ്റവും കുട്ടികളോടുള്ള രീതികളും ഓരോ പിള്ളേർ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള പിള്ളേരല്ലേ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാം എന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എത്രയൊക്കെ ഓക്കെ, താങ്ക് യു സബീന എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. നിത്യ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല മാം. മൃദുല. എനിക്ക് പറയാനുള്ളത്, എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ലൈഫില്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ആ ഒരു രീതിയിലേ ഞാൻ പോകാൻ പോകുന്നുള്ളൂ. അത് ഞാൻ ഷെയർ ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഹസ്ബൻഡിന് കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിക്കുന്നത് നിർത്തരുത്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾക്ക് പൈസ മേടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് നമ്മുടെ മണി നമ്മൾ സേവ് ചെയ്യുക. കാരണം ഇപ്പൊ സബീന പറഞ്ഞല്ലോ, ലേഡീസിനാണ് കൂടുതൽ പൈസ കൈകാര്യം ചെയ്യാനും പൈസ സേവ് ചെയ്യാനും ഉള്ള കഴിവുള്ളത്. അത് ജന്മന കിട്ടിയിരിക്കുന്ന കഴിവ് പോലെയാണ്. അപ്പൊ അത് നമ്മൾ വേണം യൂസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കാവോ? ഇല്ല, ഒന്നും പറഞ്ഞത് കേൾക്കാം. ഇപ്പൊ പറഞ്ഞത് കേൾക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും കേൾക്കാവോ? ഞാൻ ഉദ്ദേശിച്ചത് മിസ്സിന്റെ വല്ല സൗണ്ടോ എനിക്കൊന്നും കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചേ. മിസ്സിന്റെ സ്റ്റക്കായിരിക്കുമെന്ന് തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ല.
ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പൊ മണിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ നിങ്ങൾ താഴെ നോക്കിയേ, അതായത് മാക്സിമം റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിലെ പ്ലാനിങ് നടത്തുക അല്ലെ? ഒരു സ്കൂൾ ആണെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ റിസോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് പറയാമോ? എന്തൊക്കെയായിരിക്കും റിസോഴ്സസ്? ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഓഫീസ് ഉപകരണങ്ങള്, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ ഉണ്ടാകും, അതുപോലെ സ്റ്റുഡൻസ് ഉണ്ടാകും, പിന്നെ ഓഫീസ് ഉപകരണങ്ങളില്ലേ? അതെ, ഓഫീസ് പിന്നെ ഉപകരണം, പിള്ളേരുടെ PT സാധനങ്ങളൊക്കെ ഇല്ലേ? PT. അതെ. ഓക്കെ, അപ്പൊ ഇത്രയും, അതായത് ധാരാളം റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്കൂളില് പ്ലാനിങ് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ പ്ലാനിങ് നടത്തുന്നതിലൂടെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്. ഔട്ട്കം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, അതായത് നല്ല രീതിയിൽ പഠിച്ച് പാസ്സായി നല്ലൊരു റിസൾട്ട് തരുന്ന സ്റ്റുഡൻസ്. ഓക്കെ, അതൊരു എന്താ പറയാ ഡെവലപ്മെന്റ് ആണ്. പ്ലാനിങ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുകയും അതിനനുസരിച്ച് കുട്ടികൾ പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്, അതായത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന രീതിയുണ്ട്. അതായത് നമുക്കറിയാം പല സ്കൂളുകളിലും ഇപ്പൊ ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റ് മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട് അല്ലെ? ട്രെയിനിങ് കൊടുക്കാറുണ്ടോ? അറിയാമോ ഇതിനെ കുറിച്ച്? ഉണ്ടല്ലേ? ഓക്കെ, അപ്പോ അത്തരത്തില് ടീച്ചേഴ്സിന്റെ ലേണിംഗ് മെത്തേഡ്സ് വികസിപ്പിക്കുന്നതിനും പിന്നെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് ഉപകരിക്കുന്നതാണ്. അപ്പോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസ്, ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ്, co-curricular activities, then professional development of teachers. Okay, മനസ്സിലായോ? ഓക്കെ ആണ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഓരോ സ്കൂളുകളും പ്രവർത്തിക്കുന്നത്, എല്ലാ സ്കൂളുകൾക്കും പ്ലാനിങ് ഉണ്ടെങ്കിൽ കൂടിയും ഓരോ സ്കൂളുകളും ഡിഫറെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു സ്കൂളിൽ നമ്മൾ കാണുന്ന പ്ലാനിങ് ആയിരിക്കില്ല മറ്റൊരു സ്കൂളിൽ ഉണ്ടാവുക. അതായത് പലതരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ സ്കൂളുകളിൽ വ്യത്യസ്തമാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ആരാണ് സ്കൂൾ ഹെഡ്? അപ്പോ പ്രിൻസിപ്പൾ, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആണ് ഒരു സ്ഥാപനത്തിന്റെ മേധാവി അല്ലെങ്കിൽ സ്കൂൾ ഹെഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ അവർക്കാണ് പ്ലാനിങ്ങിന്റെ ചുമതല അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പൊ പ്ലാനിങ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആരാ പ്രിപ്പയർ ചെയ്യുന്ന പ്ലാനിങ്? ഹെഡ് ഓഫ് ദ സ്കൂൾ, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിജയകരമായിട്ടുള്ള ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് അതിനകത്ത് ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ പ്ലാനിങ്ങിൽ ഉണ്ടാവുക? അതായത് എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് ഉണ്ടാവും. ഓക്കെ, അതായത് അവിടെയുള്ള ഓരോ സ്റ്റാഫുകളായാലും നോൺ ടീച്ചിങ് സ്റ്റാഫുകളായാലും എന്തൊക്കെ ജോലിയാണ് അവിടെ ചെയ്തു തീർക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ജോലി ചെയ്യുന്നത്, എപ്പോഴാണ് ആ ജോലി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ജോലി ചെയ്യേണ്ടത്, എവിടെയാണ് ആ ജോലി ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് അത് കൂടുതൽ റെസ്പോൺസിബിൾ ആക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എന്ത്, ഇവിടെ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വാട്ട്, വൈ, വെൻ, ഹൗ, വെയർ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ പാരഗ്രാഫ് മനസ്സിലായല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അല്ലെ? അതൊന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? നിഹാൽ അൻവർ ഒന്ന് പറയാമോ? Factors influencing planning. Work factor. Is it simple or complex? Time operation or repetitive? Second, staff factor. Skills of talent
of the staff required. 3. Cost factor, usefulness to the students, teachers or community. 4th, time factor, urgency of the plan. 5th, equipment factor, materials, machines and space. വർക്ക് ഫാക്ടർ എന്ന് വെച്ചാൽ അത് സിമ്പിൾ ആണോ അല്ലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണോ ഉള്ളതെന്ന് ഫാക്ടർ തീരുമാനിക്കുക. വർക്ക് എങ്ങനെയാന്നുള്ളത് ജോലി എങ്ങനെയാണ്, അതായത് സ്ഥാപനത്തിൽ ചെയ്യേണ്ട ജോലി എന്താണ്, അത് ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കാം. അത് പ്ലാനിങ്ങില് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരിക്കൽ മാത്രമാണ് ജോലി ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പറ്റേറ്റീവ് ആണോ, ആവർത്തിച്ച് ചെയ്യണോ, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കേട്ടോ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. രണ്ടാമത്തെ വായിച്ചോളൂ കേട്ടോ. നിഹാൽ അൻവർ. സ്റ്റാഫ് ഫാക്ടർ, സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്. സ്റ്റാഫിന്റെ ടാലന്റ്, അതായത് സ്റ്റാഫിന് ഏതൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് അനുസരിച്ച് അത് വർക്ക് തരംതിരിക്കാം. ഓരോ സ്റ്റാഫിന്റെ കഴിവനുസരിച്ച്. അടുത്തത് കോസ്റ്റ് ഫാക്ടർ, അത് സ്റ്റുഡൻസിന് അത് യൂസ്ഫുൾ ആണോ, ഉപകാരപ്രദമാണ്, അങ്ങനെയാണോ? കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ചെലവാണ് ഉദ്ദേശിക്കുന്നതല്ലേ? കോസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാല് ചെലവ് എത്രത്തോളം ഉപകാരപ്രദമാണെന്നാണ് കുട്ടികൾക്ക് സ്റ്റുഡൻസിന് എത്രത്തോളം അത് പ്രയോജനപ്പെടുന്നുള്ളത്. പിന്നെ ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി, ടീച്ചേഴ്സിനും പിന്നെ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ സമൂഹത്തിനും. ടൈം ഫാക്ടർ എന്ന് വെച്ചാൽ അർജൻസി ഓഫ് അത് വേഗം നടപ്പാക്കേണ്ടതുണ്ടോ, അങ്ങനെയാണ്. എക്യുപ്മെന്റ് വെച്ചാൽ മെറ്റീരിയൽസ്, മെഷീൻസ്, അതൊക്കെ അടങ്ങിയതാണ്. അപ്പോ നിഹാൽ അൻവർ പറഞ്ഞു, എന്നാലും ഞാൻ പറയാം. വർക്ക് ഫാക്ടർ എന്ന് പറയുന്നത് അതായത് ജോലി ചെയ്യാൻ, അതായത് ചെയ്ത ജോലി സിമ്പിൾ ആണോ കോംപ്ലക്സ് ആണോ, പിന്നെ ഒരിക്കൽ മാത്രം ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആവർത്തിച്ച് ചെയ്യുന്നതാണോ എന്നാണ് അതിനകത്ത് വരുന്നത്. രണ്ടാമത്തത് സ്റ്റാഫ് ഫാക്ടർ ആണ്. സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത് സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് സ്റ്റാഫ് റിക്വയർഡ്, അതായത് അവിടെയുള്ള സ്റ്റാഫിന്റെ കഴിവുകൾ, അവർക്ക് എത്രമാത്രം ടാലന്റ് ഉണ്ട്, ഓരോരുത്തർക്കും അവരുടെ ടാലന്റിനനുസരിച്ചിട്ടുള്ള ജോലി ആയിരിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. മൂന്നാമത്തത് കോസ്റ്റ് ഫാക്ടർ ആണ്. കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ചെലവ് ഘടകം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്ലാനിങ് നടപ്പിലാക്കുന്നത് വഴി അത് എത്രത്തോളം സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്കും ബെനിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രയോജനകരമാണ് എന്നാണ് കോസ്റ്റ് ഫാക്ടർ പറയുന്നത്. ടൈം ഫാക്ടർ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടൈം ഫാക്ടർ ആണ്. അർജൻസി ഓഫ് ദ പ്ലാൻ, അതായത് എത്രത്തോളം, അതായത് എത്ര സമയത്തിനുള്ളിൽ ഈ പ്ലാനിങ് ചെയ്ത് തീർക്കണം, എത്രമാത്രം. ഇപ്പൊ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ നമ്മളൊരു പ്ലാനിങ് നടപ്പിലാക്കുമ്പോൾ. സാധാരണ സ്കൂളില് പ്ലാനിങ് നടപ്പിലാക്കുന്നത് ഒരു അക്കാഡമിക് ഇയറിലേക്കാണ്, അതായത് ഒരു വർഷത്തേക്കുള്ളത്. അപ്പോ നമുക്കറിയാം, ബഡ്ജറ്റ് ഒക്കെ വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ? ബഡ്ജറ്റ്, ധനമന്ത്രി ബഡ്ജറ്റ് വായിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ആണ് അവർ പ്രിപ്പയർ ചെയ്ത് വായിക്കുന്നത്, അല്ലെ? അപ്പോ അതിനകത്ത് ഓരോ കാര്യങ്ങൾ അവർ വായിക്കുമ്പോൾ അവരതിനകത്ത് പ്രത്യേകമായിട്ടൊരു ഡ്യൂറേഷൻ വെക്കാറുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണം. ഇപ്പൊ കാർഷിക ഫണ്ട്, കർഷകർക്ക് പ്രത്യേകമായിട്ടൊരു ഫണ്ട് അനുവദിക്കുന്നു, അത് 6 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുന്നു എന്നവർ പ്രത്യേകം പരാമർശിക്കാറുണ്ട്. ഡ്യൂറേഷൻ വരാറുണ്ട്. അപ്പൊ ഇപ്പൊ സ്കൂളിലെ പ്ലാനിങ് ആണെങ്കിൽ പോലും അതിനെന്ത് വരാറുണ്ട്? ഡ്യൂറേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ എത്ര കാലയളവ് അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിലാണ് അത് ചെയ്തു തീർക്കേണ്ടതെന്ന് അതിനകത്ത് പറയാറുണ്ട്. ഓക്കെ. ദെൻ എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതായത് ഉപകരണങ്ങളാണ്. അതായത് ആ പ്ലാനിങ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം സാധനങ്ങൾ ആവശ്യമാണ്, എത്രത്തോളം മെഷീനുകൾ ആവശ്യമാണ്, അതിന്റെ സ്പേസ് എത്രയാണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എക്യുപ്മെന്റ് ഫാക്ടറിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എല്ലാവരും വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ പറയാം. സബീന പറയുന്നുണ്ട്.
പറഞ്ഞോളൂ. ആരെങ്കിലും ഒരാള് പറഞ്ഞു. സബീന പറഞ്ഞോളൂ. വൈകിട്ടപ്പാണോ മാം? സൈൻ ഔട്ട് ആണ്. ഇന്ന് നമ്മൾ പഠിച്ചത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിനെ കുറിച്ചായിരുന്നു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്താണെന്നും അതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. പിന്നെ എൻ്റെ പ്ലാനിങ്ങിനകത്ത് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു. അത് എല്ലാവർക്കും ഒരു പ്രചോദനം ആയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ മക്കളുടെ പഠനത്തെക്കുറിച്ചും ബാക്കിയുള്ളത് നേരത്തെ തൊട്ടേ പ്ലാൻ ചെയ്ത് എനിക്ക് വന്ന അവസ്ഥ ഇനി മുമ്പോട്ടുള്ള പിള്ളേർക്ക് വരരുത് എന്ന് വിചാരിച്ച് നമ്മൾ നെക്സ്റ്റ് ജനറേഷനെ നല്ല ഡെവലപ്പ് ചെയ്ത് നല്ല പ്രൊഫഷണൽസ് ആക്കി മാറ്റുക. അത് കണ്ട് നമുക്ക് സന്തോഷിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം.